ഹായ് മക്കൾസ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നവംബർ 4-ാം തീയതി രാത്രിയാണ്. വേണ്ട, നമുക്കൊരു ഐശ്വര്യമായിട്ട് നവംബർ 5-ന് അങ്ങോട്ട് തുടങ്ങാം. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരുത്തൻ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് പഠിച്ചിട്ടില്ല, ഏതൊക്കെ പോർഷൻസ് തന്നെ കറക്റ്റ് അറിയില്ല, അവിടെയും ഇവിടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് കറക്റ്റ് ഒരു ധാരണ ഇല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ A+ കിട്ടും എന്നൊരു ഉറപ്പ് എനിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുത്തനാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസമോ 2 ആഴ്ചയോ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ള കുറ്റബോധം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കരുത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. ഇപ്പോഴും സമയം ലേറ്റ് ആയിട്ടേ ഇല്ല. നമുക്ക് നോക്കാം. ഇന്ന് നവംബർ 5-നാണ്, അല്ലെങ്കിൽ നവംബർ 5-ആണ്. നമുക്കറിയാം ക്രിസ്മസ് എക്സാം ഏറെക്കുറെ ഡിസംബർ 11-നായിരിക്കും. ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഡിസംബർ 11 പഠിക്കുക. ഇനി വേണ്ട, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു തലേന്നും അതിന്റെ പിറ്റേന്ന് ദിവസമൊക്കെ പഠിക്കാനും വേണമെന്ന് ഇരിക്കുക. ഡിസംബർ 9 വരെ കൂട്ടിക്കോ. ഇന്ന് മുതൽ ഡിസംബർ 9 വരെ നിങ്ങൾക്ക് 35 ദിവസങ്ങളുണ്ട്. വളരെ ധാരാളം. പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഈ 35 ദിവസം കൊണ്ട് നമുക്ക് പൊളിച്ചടക്കാം. നിങ്ങളുടെ ഗ്രേഡ് ഏതും ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും ടോപ്പ് ഗ്രേഡിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആവാൻ പറ്റും, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ. സോ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡ്. അപ്പോൾ നല്ലോണം നോക്കുക, വീഡിയോ ലൈക്ക് അടിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മൊത്തം കേൾക്കുക. ഇടയിൽ കയറി തീരുമാനം എടുക്കരുത്, മൊത്തം വീഡിയോ കാണാൻ, എന്നിട്ട് മാത്രം തീരുമാനം എടുക്കുക. സോ ഗൈസ്, നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ, ടൈം ടേബിൾ അല്ല, നമ്മുടെ ഒരു അനാലിസിസ് ചെയ്യുന്ന ഒരു ടേബിൾ. നമ്മുടെ 10ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ. ഫിസിക്സ് ഓണം എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓണം എക്സാമിന് ശേഷമുള്ളത് 3 പാഠങ്ങളാണ്. അപ്പം നിങ്ങൾക്കറിയാം 3-ാം പാഠം, 4-ാം പാഠം, 5-ാം പാഠം. ഈ 3 പാഠമായിരിക്കും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരിക. 6-ാമത്തെ പാഠത്തിന്റെ തുടക്കം അതൊക്കെ എന്താ ചെയ്യേണ്ടത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ എണ്ണമാണ് നോക്കുന്നത്. ഫിസിക്സ് ആണെങ്കിൽ 3 ചാപ്റ്റർ, കെമിസ്ട്രി 3, മാത്സ് ആണെങ്കിൽ 6 ചാപ്റ്റർ ഉണ്ട്, ബയോളജി 2, ഹിസ്റ്ററി 4, ജോഗ്രഫി 3, ഹിന്ദി 6, ഇംഗ്ലീഷ് 6. ശരിക്കും നിങ്ങൾക്ക് അറിയാം ഹിന്ദി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 6 ചാപ്റ്റർ, ഓരോ ചാപ്റ്ററും ചിലപ്പോൾ 6 ദിവസം ഒന്നും വേണ്ടി വരില്ല. എന്തായാലും നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി ഇതൊക്കെ കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്കൊരു 33 ചാപ്റ്റേഴ്സ് കിട്ടും. എത്ര ചാപ്റ്റേഴ്സ് ആടാ? 33 പാഠങ്ങൾ. അപ്പൊ ചില ആൾക്കാർ പറയും, സർ അയ്യോ ഹിന്ദിക്കൊക്കെ അത്ര കൂട്ടേണ്ട ആവശ്യമുണ്ടോ? വെയിറ്റ്, എല്ലാത്തിനും പരിഹാരമുണ്ട്. നമുക്കൊരു ആവറേജ് നോക്കുന്ന സമയത്ത് 33 ചാപ്റ്റേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ എത്ര ദിവസങ്ങളുണ്ട്? 35 ദിവസങ്ങൾ. സോ ഗൈസ്, ഞാൻ നിങ്ങളോട് പറയുന്നത് പരിഹാരം ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കൾ നന്നായിട്ട് കേട്ടെ. ഒരു ദിവസം ഒരു ചാപ്റ്റർ കമ്പൽസറി പഠിക്കണം. എടാ, ഈ ഒരു ദിവസം ഒരു ചാപ്റ്ററിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. അപ്പൊ ചില ആൾക്കാർ പറയും, സർ എൻ്റെ മനസ്സിൽ കുറേ ഡൗട്ട് ഉണ്ട്. ഒന്നാമത്തെ ഡൗട്ട്, ഞങ്ങൾ ഏത് പാഠാ പഠിക്കേണ്ടേ? നിങ്ങൾ ഇനി മുതൽ ആദ്യത്തെ പ്രയോറിറ്റിയിൽ പഠിക്കേണ്ടത് ഓണം എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങളായിരിക്കണം. ഈ ഓണം എക്സാമിന് ശേഷമുള്ള പാഠഭാഗമല്ലേ, ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ 3-ാമത്തെ പാഠം, അല്ലെങ്കിൽ 4-ാമത്തെ പാഠം, അല്ലെങ്കിൽ 5-ാമത്തെ പാഠം, ഇതായിരിക്കണം ആദ്യം പഠിക്കേണ്ടത്. അല്ലാതെ നാളെ തന്നെ നല്ല ഉഷാറായിട്ട് ഫിസിക്സ് 1-ാമത്തെ പാഠം പോയി പഠിക്കാൻ നിൽക്കരുത്. ഈ ഓണം എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങൾക്കായിരിക്കും വെയിറ്റേജ് കൂടുതൽ. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് മുതൽ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഏത് ചാപ്റ്റർ ആണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എന്ന് ആദ്യം അവിടെ എഴുതി വെക്കുക. ആ ചാപ്റ്ററിൽ യാതൊരു കോംപ്രമൈസും ചെയ്യരുത്. എങ്ങനെയാണെങ്കിലും നേരത്തെ എണീറ്റിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നേരം വൈകിട്ട് കിടന്നിട്ടായിക്കോട്ടെ, എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ചാപ്റ്റർ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ? അപ്പൊ ചില ആൾക്കാർ മനസ്സിലുണ്ടാവും, സർ ഒരു ഡൗട്ട്, ഞങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് മാത്രം പഠിച്ച്, അങ്ങനെയാണെങ്കിൽ ഓണം എക്സാമിന് മുമ്പുള്ള പാഠഭാഗങ്ങൾ കിട്ടൂലല്ലോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനി എക്സ്ട്രാ എഫോർട്ട് എടുക്കണം. കാരണം ഇത് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അപ്പം ചില കുട്ടികൾക്ക് അറിയാം ഓൾറെഡി ഫിസിക്സ് ആണെങ്കിൽ 1-ാമത്തെ പാഠം ചിലപ്പോൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ആ പാഠം നോക്കേണ്ട ആവശ്യമില്ലാത്ത കുട്ടികളുണ്ടാവും. സോ അത് നിങ്ങളൊന്ന് ഓരോരുത്തരും പേഴ്സണലി നോക്കുക. നിങ്ങൾക്ക് ഏത് പാഠമാണ് എക്സ്ട്രാ സമയം വേണ്ടത്, ഏത് പാഠത്തിനാണ് ഒന്നും കൂടി റിവിഷൻ നടത്തേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ദിവസം ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടും. സോ ആ സമയത്ത് നിങ്ങൾ ഓണം എക്സാമിന്റെ പോർഷൻസ് റിവൈസ് ചെയ്യുക. സോ ആദ്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ടാർഗറ്റ് എന്താടാ? ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് ഓണം എക്സാമിന്റെ പോർഷൻസ് റിവൈസ് ചെയ്യുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ലാഭമാണ്. കാരണം എന്താ, ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ ഒരു പോയത്തിന് അല്ലെങ്കിൽ ഒരു സ്റ്റോറിക്ക് അതിനൊക്കെ ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഹിന്ദി പഠിക്കാൻ ചിലപ്പോൾ 6 ദിവസം ഒന്നും വേണ്ടി വരില്ല. സോ ആ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഓണം എക്സാമിന്റെ പോർഷൻസ് റിവൈസ് ചെയ്യാം. സോ ഗൈസ്, വീണ്ടും ഞാൻ പറയുന്നതാ, ഇതാണ് നമ്മുടെ മെയിൻ പ്ലാൻ. ഒരു ദിവസം ഒരു പാഠം എന്തായാലും പഠിക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കി ഓണം എക്സാമിന്റെ പോർഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് കോംബോ ഓഫറായിട്ട് അതിന്റെ കൂടെ നമ്മൾ പഠിക്കുന്നു. സെറ്റ് അല്ലേ? ഇതാണ് മെയിൻ സാധനം. ഇനി ചില ആൾക്കാർ സംശയം ഉണ്ടാവും, സർ ഈ ഓണം എക്സാമിന്റെ പോർഷൻസ് ഒക്കെ കിട്ടാൻ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഓണം എക്സാമിന്റെ പോർഷൻസ് വേണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം വേണോ? അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക. ഈ നമ്പറിലൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. സർ ഓണം എക്സാം പോർഷൻസ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം ഓരോ പാഠവും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഏതാണ് നമ്മൾ ഓണം എക്സാം പോർഷൻസ് എന്ന്. പക്ഷേ ദയവേത് നിങ്ങൾ അതിൽ വിളിക്കരുത്.
നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇനി അതിനേക്കാൾ മെയിൻ ഒരു കാര്യം, ചിലർക്ക് സംശയം ഉണ്ടാവും, സർ ഈ പാഠം ഇപ്പോൾ ഫിസിക്സ് 3ാമത്തെ പാഠം ഭയങ്കര ടഫാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മാത്സ് ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ചിലപ്പോൾ ട്രിഗണോമെട്രി ഭയങ്കര ടഫാണ്, എങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ നോക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാൻ പറ്റൂല. ശരിക്കും അതാണ് സത്യം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഒന്നും അത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ കിളി പോയ അവസ്ഥയിലായിരിക്കും. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് പറയാൻ അറിയോ, ഈ സമയത്ത് നിങ്ങൾ ഒരാളുടെ സഹായം തേടണം. നിങ്ങൾക്ക് വീട്ടിൽ ഏതൊരു സമയത്താണെങ്കിലും, അത് നട്ടപ്പാതിരായിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, നിങ്ങൾ പുലർച്ചയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ പഠിക്കാൻ തോന്നുമ്പം അതിൻ്റെ ഏറ്റവും നല്ലൊരു ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ കാണണം. അതിനാണ് എജുപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച്. നന്നായിട്ട് കേൾക്കുക, ഇങ്ങോട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക. ഞാൻ പറഞ്ഞില്ല, അത്രക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച്. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു വർഷത്തേക്ക് ഈ കൊല്ലം നിങ്ങൾക്ക് മൊത്തം പൊളിച്ചെടുക്കാൻ 3299 രൂപ മാത്രമേ ഉള്ളൂ. വെയിറ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് വെറുതെ കേട്ടോ. അവിടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മാസത്തോട് കൂടി നിങ്ങൾക്ക് എല്ലാ ഭാഗവും അതിലുണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ഭാഗവും എന്ന് പറഞ്ഞാൽ നവംബറോട് കൂടി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന്റെ ഫുൾ പോർഷൻസും എജുപോഡിന്റെ ആപ്പിൽ എത്തിയിട്ട് നമ്മൾ ഡിസംബർ 1 മൊത്തം അതിന്റെ റിവിഷൻ ആയിരിക്കും നടത്തുക. നിങ്ങൾക്ക് അതിന്റെ മോഡൽ എക്സാമുകൾ നമ്മൾ നടത്തും, മോഡൽ ക്രിസ്മസ് എക്സാം നടത്തും. ഓരോ പാഠത്തിനും 3 സെറ്റ് എക്സാം ഉണ്ടായിരിക്കും. 3 സെറ്റ് അല്ല, ഒരു പാഠത്തിന് 2 എക്സാമും പിന്നെ ഒരു മോഡൽ ക്രിസ്മസ് എക്സാം ഉണ്ടായിരിക്കും. ഇതൊക്കെ എവിടെയാണ് കിട്ടുക? ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടായിരിക്കും. ഓരോ വീഡിയോക്കും താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ചെക്ക് പോയിന്റ്, അഡാപ്റ്റ്, പൊളി എന്ന് പറഞ്ഞാൽ പൊളിയായിരിക്കും നമ്മുടെ ആപ്പ്. നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ക്ലാസ്സിന്റെ നോട്ട് താഴെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത്. സോ ഗൈസ്, എജുപോഡിന്റെ ആപ്പ് എന്ന് പറഞ്ഞാൽ പൊളി ആപ്പായിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3299 ആണ് മാത്രമാണ് നമ്മുടെ റേറ്റ്. സോ ഇപ്പം വേഗം നമ്മൾ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും, അതിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ അല്ലെങ്കിൽ ഒരു ഫോം ഉണ്ടായിരിക്കും, അതിൽ വേഗം രജിസ്റ്റർ ചെയ്യാം. ഓരോ സബ്ജക്റ്റിനും എക്സ്ക്ലൂസീവ് സബ്ജക്റ്റ് വൈസ് ക്ലബ് ഉണ്ട്. നിങ്ങൾക്ക് ലൈവുകൾ തരും, റിവിഷൻ ലൈവുകൾ തരും, AI ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, മെന്ററിങ് ഉണ്ടായിരിക്കും. A+ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ്. ഇതിലൊരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുട്ടി നന്നായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിലുള്ള സെറ്റപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനായിരിക്കും ക്ലാസ് ടോപ്പർ. സോ ഞാൻ വീണ്ടും പറയുന്നടാ, ആകെ 3299 മാത്രമേ ഉള്ളൂ. സോ നിങ്ങളെ പാരൻസിനോട് പറയാം, ഇത് വാങ്ങി തന്നാൽ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടുന്ന അവർക്ക് നിങ്ങൾ വാക്ക് കൊടുക്കുക. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ താഴെ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഒരൊറ്റൊരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇതിൽ ഏത് സബ്ജക്റ്റ് ആണ് ഏറ്റവും ടഫ്. അതായത് ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.